ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സ്വർഗീയ ജീവിതത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ലൂക്കാ സുവിശേഷം 20-ാം അധ്യായത്തിൽ യേശു സദുക്കായുടെ വലിയൊരു സംശയത്തിന് ഉത്തരം നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. സദുക്കായർ യഥാർത്ഥത്തിൽ സ്വർഗോന്മുഖമായ ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത്. മരണാനന്തരം ദൈവസന്നിധിയിൽ ഒരു ജീവിതമുണ്ട് എന്നവർ വിശ്വസിക്കുകയോ അപ്രകാരം ബോധ്യത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുനരുത്ഥാനം നിഷേധിക്കുന്ന ഇവർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു. ഒരു സഹോദരൻ ഒരു വ്യക്തിയെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അവൾ മരിച്ചുപോയി. അതിനുശേഷം യഹൂദ നിയമം അനുസരിച്ച് സഹോദരൻ ഭാര്യയെ സ്വീകരിച്ചു. അങ്ങനെ 7 പേരും സ്വീകരിച്ചു. ഒടുവിൽ ആ സ്ത്രീ മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ഇവൾ 7 പേരുടെയും ഭാര്യ ആയിരുന്നല്ലോ. യേശുവിനെ യഥാർത്ഥത്തിൽ സംശയത്തിൽ കുരുക്കുക എന്ന ബോധ്യത്തോടുകൂടി, പ്രതിസന്ധിയിലാക്കുക എന്ന ചിന്തയോടുകൂടി അവർ ചോദിച്ച ചോദ്യമാണിത്. എന്നാൽ യേശു വളരെ ലാളിത്യത്തോടു കൂടിയാണ് അതിന് മറുപടി പറയുന്നത്. ദൈവവചനത്തെക്കുറിച്ചും യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ശരിയായ ബോധ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ക്രിസ്തു പറയുക. നമ്മൾ ദൈവത്തെക്കുറിച്ച്, വചനത്തെക്കുറിച്ച്, കാലത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ വരുമ്പോൾ നമുക്ക് തെറ്റുപറ്റും. ആ തെറ്റ് നമ്മൾ ശരിയെന്ന ബോധ്യത്തോടു കൂടി ജീവിതയാത്ര തുടരുകയും അത് നമ്മെ അബദ്ധത്തിലാക്കുകയും ചെയ്യും. ഈ ഭൂമിക്കപ്പുറം ഒരു നിത്യതയുണ്ടെന്നും അത് സ്വർഗോന്മുഖമായ ഒരു ജീവിതമാണെന്നും ക്രിസ്തു ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്നു. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും നമ്മെ എല്ലാവരും വിശുദ്ധീകരിച്ച് വീണ്ടും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയിട്ടാണ്. സ്വർഗോന്മുഖമായ ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു മാറ്റുകയാണ്. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവരെല്ലാവരും ദൈവദൂതന്മാർക്ക് തുല്യരാണ്. ദൈവമക്കളാണ് എല്ലാവരും. ആകയാൽ അവർ ഇനി ഒരിക്കലും മരിക്കുകയില്ല. മോശ പോലും ഉൾപ്പെടപ്പിൽ വെച്ച് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നിത്യപിതാവിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും അവിടുത്തെ തിരുമുഖം കാണാൻ നമ്മൾ യോഗ്യരായി തീരുകയും ചെയ്യും. പുനരുത്ഥാനത്തെക്കുറിച്ച് ശരിയായ ബോധ്യം നമുക്കുണ്ടാകണം. ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ എത്തിച്ചേരാൻ ഈ ഭൂമിയിൽ നമ്മൾ നന്മ ചെയ്ത് കടന്നു പോകണമെന്നും ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ തെറ്റായ ധാരണകളെ തിരുത്തുവാൻ, നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ സംശയങ്ങൾക്ക് ക്രിസ്തു നൽകുന്ന ഉത്തരത്തെ നെഞ്ചിലേറ്റി കൂടുതൽ തീഷ്ണതയോടും ബോധ്യത്തോടും സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ ഈ ദിനം നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.